السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു. പള്ളിയിൽ വന്നാലുള്ള മര്യാദകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിവരിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളിൽ പള്ളിയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് അല്ലെങ്കിൽ ജുമാ ഖുത്ബ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഉറക്കം വന്നാല് ആ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശത്തിൽപ്പെട്ടതാണ്. നമ്മൾ ഖുത്ബ കേൾക്കുക അല്ലെങ്കിൽ കുറെ നേരം പള്ളിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരികയാണെങ്കിൽ അവിടുന്ന് മാറി വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറിയിരിക്കാനാണ് പറഞ്ഞു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ നഅസ അഹദുക്കും വഹുവ ഫിൽ മസ്ജിദ്, പള്ളിയിലായിരിക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറക്കം തൂങ്ങിയാൽ, നിങ്ങൾ ആരെങ്കിലും ഉറക്കം വരികയാണെങ്കിൽ ഫൽ യതഹവ്വൽ മിൻ മജ്ലിസിഹി ദാലിക ഇലാ ഗൈരി, ആ സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കണം എന്ന് ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്. അതുകൊണ്ട് തന്നെ ഉറക്കം സാധാരണ എല്ലാവർക്കും വരാം. അങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നതുകൊണ്ട് എന്ത് ചെയ്യൂല, ഒളു മുറിയൂല. പരിസരബോധം മുഴുവൻ നഷ്ടപ്പെട്ട് ഉറങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, ഒളു മുറിയുള്ളൂ. പിന്നൊന്ന് നിസ്കരിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് സഫുകൾ ശരിയാക്കണം ഇമാം എന്നുള്ള, അത് ഇമാമിന്റെ ബാധ്യതയാണ്. ആളുകൾ ശരിക്കും നിൽക്കണം, അത് ശരിയാക്കാൻ പറയലും അതിനുള്ള നേതൃത്വം കൊടുക്കലും ഇമാം ചെയ്യണം. അത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുമായിരുന്നു, സവ്വൂ സുഫൂഫക്കും ഫഇന്ന തസ്വിയത്തസ് സഫി മിൻ തമാമിസ് സലാഹ്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. സവ്വൂ സുഫൂഫക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സഫുകൾ നിങ്ങൾ ശരിയാക്കി നിൽക്കുക. തസ്വിയത്ത് പറഞ്ഞ ശരിയാക്കുക എന്നാണ്. എന്നിട്ട് പറഞ്ഞു, ഈ സഫ് ശരിയാക്കുക എന്നുള്ളത് നിസ്കാരത്തിന്റെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ്. നമ്മൾ എന്താ സഫ് ഒരു ലേശം അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ എന്താ എന്നല്ല, സഫ് കൃത്യമായിരിക്കണം എന്നാണ്. അതുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകൾ ഓരോന്ന് പരിശോധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടു കൂടിയാണ് സഫ് ശരിയാക്കാൻ പറഞ്ഞത്. അടുത്തടുത്ത് ചേർന്ന് നിൽക്കുക, അത് സഫിന്റെ മര്യാദയിൽപ്പെട്ടതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു മനാകിബന ഫിസ്സലാ, നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ തോളുകളിൽ തട്ടിയിട്ട് നബി ഇങ്ങനെ പറയുന്നു. ഓരോരുത്തരുടെ തോളുകളിൽ ഇങ്ങനെ അവിടെ അടുത്തുള്ളവരെ തട്ടിയിട്ട് പറയും, ഇസ്തവൂ, നിങ്ങൾ ശരിക്കും നിൽക്കുകയും ശരിയാക്കുക, അണികൾ ശരിയാക്കുക. വലാ തഖ്തലിഫു, നിങ്ങൾ അണികൾ ശരിയാക്കാതെ നിസ്കരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യത്യസ്ത രീതിയിൽ നിൽക്കാൻ പാടില്ല. ഫതഖ്തലിഫ ഖുലൂബുക്കും, അങ്ങനെയുണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാവും. വിശ്വാസികളായ നമ്മൾ ഒറ്റ ഹൃദയങ്ങളുള്ള പോലെ ഒരേ അഭിപ്രായമുള്ളവരാകണം, നിങ്ങൾ ഭിന്നിച്ചു പോകരുത് എന്നുള്ള നിലക്ക്. അപ്പൊ അണികൾ ശരിയാക്കുന്നതിന് മുമ്പ് ഇമാമ് ശരിക്കും നിസ്കാരത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന, സഫ് പൂർണ്ണമായിട്ട് ഇമാമ് നിസ്കാരം തുടങ്ങാൻ പറ്റുള്ളൂ. അതേപോലെ മാമൂമുകളോട് അത് ആവശ്യപ്പെടലും ഇമാമിന്റെ കടമയാണ്. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും ഇതിങ്ങനെ പറയണോ, ഓരോ ഭക്തനും ഇങ്ങനെ സഫു സഫു ഒക്കെ ഒന്ന് പറയണോ, ആളുകൾക്ക് അറിയില്ലേ അത് എന്നതല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ്. പല റിപ്പോർട്ടുകളിൽ അത് വന്നിട്ടുണ്ട്. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസവ്വി സുഫൂഫന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫുകൾ അണികൾ ശരിയാക്കും. ഹത്താ കഅന്നമാ യുസവ്വി ബിഹാ അൽ ഖിദാഹ്, അമ്പുകൾ നേരെയാക്കുന്ന മരക്കഷ്ണം പോലെ. അമ്പുകൾ നേരെയാക്കുന്ന മരക്കഷ്ണം എന്ന് പറഞ്ഞാൽ ഒരു വളവില്ലാതെ നേരെ ആയിരിക്കും. അപ്പൊ അതുപോലെ കൃത്യമായിട്ട് എന്ത് ചെയ്യും നബി സഫ്. ഹത്താ റഅ അന്ന ഖദ അഖൽനാ അൻഹു, ഞങ്ങൾ സഫ് ശരിയാക്കുന്നത് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായി എന്ന് ബോധ്യപ്പെടുന്നവരെ നബി എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. സുമ്മ ഖറജ യൗമൻ, അങ്ങനെ ഒരു ദിവസം നബി വന്നപ്പോ അവിടുന്ന് ഹത്താ കാദ യുകബ്ബിർ, നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തക്ബീർ കെട്ടാൻ പോവുകയാണ്. ആ സന്ദർഭത്തിൽ ഫറഅ റജുലൻ ബാദിയൻ സദ്റുഹു മിനസ് സഫ്, ഒരാള് സഫിൽ നിന്ന് അയാളുടെ നെഞ്ഞൊരു ലേശം അല്പം അങ്ങനെ മുന്തി നിൽക്കുന്നുണ്ട്. ഒരാളുടെ ഗാത്രം ഇങ്ങനെ കുറച്ച് കയറി നിൽക്കുന്നത് കണ്ടു. അപ്പൊ നബി പറഞ്ഞു, ഇബാദല്ലാഹ് ലതസുവ്വന്ന സുഫൂഫക്കും, അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ സഫുകൾ കൃത്യമായിട്ട് നേരെയാക്കണം. ഔ ലയുഖാലിഫന്നല്ലാഹു ബൈന വുജൂഹിക്കും, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങളുടെ മുഖങ്ങൾക്കിടയിൽ ഹൃദയങ്ങൾക്കിടയിൽ അള്ളാഹു ഭിന്നിപ്പുണ്ടാക്കും എന്ന് അവിടുന്ന് പറയണ്ടായി. മറ്റൊരു റിപ്പോർട്ടില് ഇബ്നു ഉമർ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തന്നെ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖീമുസ് സുഫൂഫ്, നിങ്ങൾ സഫുകൾ ശരിയാക്കി നിൽക്കുക. വഹാദു ബൈനൽ മനാകിബ്, ചുമലുകൾ ചുമലിനോട് ചേർന്ന് നിൽക്കുക, പറഞ്ഞാല് വിടവുണ്ടാകാതെ ചേർന്ന് നിൽക്കുക. വസുദ്ദുൽ ഖലൽ, സുദ്ദുൽ ഖലൽ എന്ന് പറഞ്ഞാല് വിടവുകൾ അടക്കുക, ഒരു ചെറിയ ഒഴിവ് പോലും ഇല്ലാതെ ശരിക്കും ചേർന്ന് നിൽക്കുക.
വലീനു ബി ഐദി ഇഖ്വാനിക്കും, നിങ്ങളുടെ സഹോദരന്മാരുടെ കൈകളിൽ പതുക്കെ പിടിച്ചടുപ്പിക്കുക. അടുത്തിങ്ങനെ പിടിച്ചിട്ട് അടുത്ത ആളങ്ങോട്ട് ചേർത്ത് നിർത്തുക. ഒക്കെ സുന്നത്താണ്. ചിലരിങ്ങനെ വിട്ടു നിൽക്കുന്നുണ്ടാവും, ഓനെ തൊടാൻ പാടില്ല, പിന്നെ തൊടാൻ അങ്ങോട്ട് കാലെന്ന് തട്ടിയാൽ അതിങ്ങനെ ഇതാക്കി അല്ലെ, അതൊരു വലിയ വസ്വാസായിട്ട് നമ്മൾ അടുത്തടുത്ത് ചേർന്ന് അടുത്ത് നിൽക്കാത്ത ആളെ പിടിച്ചടുത്തേക്ക് നിർത്തണം. അങ്ങോട്ട് പറഞ്ഞു വലാ തദറു ഫുർജാത്തിൽ ശൈത്താൻ, പിശാചിന് നിങ്ങൾ അവസരം കൊടുക്കരുത്, അവിടെ നിൽക്കാനുള്ള ഒരു വിടവുണ്ടാക്കി കൊടുക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വൻ വസല സഫൻ വസലഹുല്ലാഹ്, സഫുകൾ ചേർത്തി നിൽക്കുന്നവരെ അള്ളാഹു അവനിലേക്ക് ചേർത്തി വെക്കുന്നു, ചേർത്തി നിർത്തും എന്ന്. ഒമൻ ഖതഅഹു സഫൻ ഖതഅഹുല്ലാഹ്, സഫുകൾ മുറിച്ചു നിൽക്കുന്ന ആളുകളുമായിട്ട് അള്ളാഹു ബന്ധം വിച്ഛേദിക്കും എന്ന് ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്. അതെ, മറ്റൊരു ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, എത്ര ഹദീസാ നോക്കി നിങ്ങൾ ഇതേമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ടന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് റാസു സുഫൂഫക്കും. റസ് എന്ന് പറഞ്ഞാൽ ശരിക്ക് നമ്മൾ കെട്ടിടത്തിന്റെ ഒക്കെ കല്ലുകൾ ചേർത്ത് വെക്കുന്നതിനാണ് റസ് എന്ന് പറയുന്നത്. അപ്പൊ റാസു സുഫൂഫക്കും, നിങ്ങളുടെ സഫുകൾ നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യണം, വിടവുകളില്ലാതെ അടുത്ത് നിർത്തുക. വഖാരിബു ബൈനഹ, നിങ്ങൾ അതിന്റെ ഇടയിൽ അടുപ്പിച്ചു നിർത്തുക. വഹാദു ബിൽ അഅനാഖ്, കഴുത്തുകൾ ചുമലുകൾ തമ്മിൽ എന്ത് ചെയ്യണം, ഒരേപോലെ ആക്കുക. ഫവല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദി, എന്നിട്ട് പറഞ്ഞു മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണ്, അവൻ തന്നെയാണ് സത്യം. ഇന്നി ല അറശയാതീന തദ്ഖുലു മിൻ ഖിലലി സഫി കഅന്നഹ അൽ ഖദഫ്, ചെറിയ കറുത്ത ആട്ടുംകുട്ടികൾ നുളയുന്നത് പോലെ പിശാചി വിടവുകളിൽ കൂടി നുളയുന്നതായിട്ട് ഞാൻ കാണുന്നു. അത്രയും നിങ്ങൾ വിടവ് കൊടുക്കാതെ ചേർത്ത് വെക്കണം എന്ന് അവിടുന്ന് പറയുന്നു. അതേപോലെ തന്നെ പിന്നെ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കേട്ടു വകാന അഹദുന യുൽസിഖു മൻകിബഹു ബി മൻകിബി സാഹിബി, ഒരാൾ അയാളുടെ ചുമല് മറ്റേയാളുടെ ചുമലിനോട് ഇങ്ങനെ ചേർത്ത് വെക്കുന്നു. വഖദമഹു ബി ഖദമിഹി, അതേപോലെ കാൽപാദങ്ങൾ പരസ്പരം കൂട്ടി ചേർത്തി വെക്കും. ഒരു അല്പം പോലും വിടവില്ലാത്ത രീതിയിൽ അവിടുന്ന് ചേർത്തി വെക്കുമായിരുന്നു എന്ന് ഹദീസിൽ. അപ്പൊ ഇതൊക്കെ ഇനിയും വേറെ ഹദീസുകളുണ്ട് ഈ വിഷയത്തിൽ. ഇതിൽ ഗൗരവം എത്ര എന്ന് പറഞ്ഞാല് സഫുകൾക്കിടയിൽ യാതൊരു വിടവില്ലാതെ നമ്മളെല്ലാവരും ഐക്യത്തോടു കൂടി ഒരു മഹല്ലിലെ ഒരു പ്രദേശത്തെ മുഴുവൻ മുസ്ലിങ്ങളും യാതൊരു വിദ്വേഷങ്ങളോ ഒന്നുമില്ലാതെ നമ്മൾ ചേർന്ന് നിന്ന് തോളോട് തോള് ചേർന്ന് നിസ്കരിക്കുക. മനസ്സിലൊരു പിന്നെ ആരോടും പകല്ലാതെ വിദ്വേഷമില്ലാതെ ജമാഅത്തായിട്ട് നിർവഹിക്കാൻ അവർ തയ്യാറാകുകയാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പൊ അത് നിസ്കരിക്കുമ്പോഴൊക്കെ അടുത്തൊക്കെ നിൽക്കും. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ മുഖത്ത് നോക്കും കൂടി ഇല്ല, കണ്ടാ മുണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ സഫ് നിൽക്കണേല് അർത്ഥമൊന്നുമില്ല. അപ്പൊ സഫ് നിൽക്കുക എന്നുമ്പോ തന്നെ അതിന്റെ അർത്ഥം എന്താ, നമ്മൾ തമ്മിൽ ആര് തമ്മിലും ഒരു വഴക്കോ ഒരു പ്രശ്നങ്ങളോ ആരോടും നമുക്കൊരു ദേഷ്യമൊന്നുമില്ല. എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ്, അള്ളാഹുലേക്ക് എത്തേണ്ടവരാണ്, അള്ളാഹുവിന്റെ തൃപ്തിയാണ് നമുക്ക് പ്രധാനം. ആ ഒരു ഇതിനു വേണ്ടിയുള്ള ഐക്യവും സമാധാനമാണ് ഇവിടെ. ഇനി സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് സഫ് നിൽക്കുക? അപ്പൊ നമ്മൾ വീട്ടിൽ നിസ്കരിക്കുകയാണ് കരുത്. അപ്പൊ പള്ളികളൊക്കെ ഇപ്പൊ എന്താണ്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സ്ഥലം ഉണ്ടാവും, പുരുഷന്മാരെ കാണലോ അല്ലെങ്കിൽ അവരായിട്ട് ബന്ധം ഉണ്ടാവില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് എല്ലാം ഒന്നിച്ചായിരുന്നു, പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഒന്നിച്ചാണ്. മുന്നിൽ ആണുങ്ങള്, പിന്നെ കുട്ടികള്, പിന്നെ സ്ത്രീകള്, അങ്ങനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഉണ്ടായിരുന്നത്. ഇന്നൊക്കെ എന്ത് ചെയ്യാണ്, കുറച്ച് സൗകര്യങ്ങൾ കൂടി. അപ്പൊ ഇന്നിപ്പോ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിസ്കരിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒന്നിച്ചു വരികയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖൈറു സുഫൂഫിർ റിജാലി അവ്വലുഹ, പുരുഷന്മാരുടെ ഏറ്റവും ഉത്തമമായ സഫ് അതിന്റെ ആദ്യത്തെ സഫാണ്. വശർറുഹ ആഖിറുഹ, അതിന്റെ ഏറ്റവും മോശപ്പെട്ടത് ഏറ്റവും അവസാനത്തെ സഫാണ്. കാരണം പിന്നിൽ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും മോശപ്പെട്ട ഷർറ ഏതാണ്, അവസാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഖൈറു സുഫൂഫിൻ നിസാ, സ്ത്രീകളുടെ സഫുകളിൽ വെച്ച് ഏറ്റവും നല്ലത് ആഖിറുഹ, അത് ഏറ്റവും അവസാനത്തെ സഫാണ്. പെണ്ണുങ്ങൾക്ക് ഏറ്റവും ബാക്കിൽ നിൽക്കാൻ നല്ലത്. വശർറുഹ അവ്വലുഹ, അതിൽ ആദ്യത്തിൽ നിൽക്കണാണ് ഷർറ്. ഇതെപ്പോഴാണ് എല്ലാവരും ഒരേ സ്ഥലത്ത് ഒന്നിച്ച് നിസ്കരിക്കും. ഇപ്പൊ ഇന്ന് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച സ്ഥലമുണ്ട്, അവര് എന്ത് ചെയ്യുന്നില്ല, പുരുഷന്മാരായിട്ട് കൂടിക്കലരലോ അല്ലെങ്കിൽ പുരുഷന്മാരുമായിട്ടുള്ള ഒരു ബന്ധമില്ലാത്ത നിലക്കാണെങ്കിൽ അവർക്ക് മുന്നിൽ നിസ്കരിക്കുക. അവരുടെ ഒന്നാമത്തെ സഫ് തന്നെയാണ് അവർക്ക് ഖൈറ് എന്ന് പണ്ഡിതന്മാര് അതിനെ വിശദീകരിക്കുന്നു. അതേപോലെ വേറെയും ഹദീസുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി വസല്ലം.